വടകര തിരുവള്ളൂരിൽ UDF പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് അതിക്രമമെന്ന് പരാതി. LDF UDF സംഘർഷത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്നാണ് പോലീസിന്റെ വിശദീകരണം. 20 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയും സ്ത്രീകളും മാത്രമുള്ള വീട്ടിൽ രാത്രിയിൽ പുരുഷ പോലീസ് അടക്കം കയറിയെന്നാണ് പരാതി. തിരുവള്ളൂർ സ്വദേശി കുണ്ടാട്ടിൽ സിദ്ദിഖിന്റെ വീട്ടിലാണ് വടകര പോലീസിന്റെ നടപടി. യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽഖിഫിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മിസാബ് കീഴരിയൂർ എന്നിവർ പ്രതിഷേധവുമായി ഇപ്പോൾ അവിടെ വീട്ടിലെത്തി. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുകയാണ്. അസ്ലം, ഇതെന്താണ് ഈ പോലീസ് ഈ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്ന് അവിടെ പ്രവർത്തകനെ തേടി എത്തിയതാണോ, അതല്ല അതിനപ്പുറത്തേക്ക് കേവലം 20 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ട് എന്നാണല്ലോ പറയുന്നത്? ഇതെന്താണ് പോലീസ് ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? വടകര തിരുവള്ളൂരിൽ, അത് കുറ്റ്യാടി മണ്ഡലത്തിന്റെ ഭാഗമാണ്. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുംബൈ ശേഷമൊക്കെ സംഘർഷം ഉണ്ടായിരുന്നു. അതിൽ നിരവധി പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു UDF പ്രവർത്തകൻ കുണ്ടാട്ടിൽ സിദ്ദീഖിന്റെ വീട്ടിൽ വന്നതാണ് ശരിക്കും പോലീസ്. പക്ഷേ പോലീസ് പല വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം തന്നെ 3-4 തവണ വരികയും അവിടെ ഒരു പുരുഷന്മാരായ സിദ്ദീഖ് അവിടെ ഇല്ല, മാത്രമല്ല മറ്റു പുരുഷന്മാർ അവിടെ ഇല്ല. 20 ദിവസം പ്രായ കുട്ടിയും 2 സ്ത്രീകളും മാത്രമാണ് അവിടെ ഉള്ളത്. അത് അറിഞ്ഞിട്ട് പോലും രാത്രിയും പകലും ഇല്ലാതെ വരുന്നു. ഇന്നിപ്പോ രാത്രി 10-ലധികം പുരുഷ പോലീസുമാരടക്കം വരികയും ഈ കുട്ടി ഉള്ള റൂമിൽ വരെ വന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഒരേ ദിവസം തന്നെ പലതവണ ഇത് ആവർത്തനത്തെ തുടർന്നാണ് അവിടെ യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിസാബ് കീഴരിയൂർ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ എത്തി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസുകാരെ അവിടെ തടയുകയാണ് ചെയ്തത്. അതായത് അവിടെ പോലീസ് സംഘത്തിന്റെ ഭാഗമായി പരിശോധന ഒരു പതിവാണ്. അതേസമയം തന്നെ അതിനപ്പുറത്തേക്ക് പോലീസ് കൂടുതൽ UDF പ്രവർത്തകരുടെ വീട്ടിലേക്ക് കൂടുതൽ അതിക്രമം കാണിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും പുരുഷന്മാരും ഇല്ലാത്തൊരു വീട്ടിൽ പോലും നിരന്തരമായി കയറുകയും രാത്രി അടക്കം കയറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിനെതിരായിട്ടുള്ള കേസ് എന്താണ്? ഈ സിദ്ദിഖ് അവിടുത്തെ UDF LDF സംഘർഷത്തിൽ സാധാരണഗതിയിലുള്ള ഒരു കേസാണോ, ഒരു സംഘർഷത്തിന്റെ പേരിലുള്ള കേസാണോ, അതല്ല അതിന് മേലെ വലിയൊരു നടപടി എടുക്കേണ്ട കേസാണോ ഇത്? അസ്ലം, വലിയ അവിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ പല വീടുകളിലും കയറുന്നതിന്റെ ഭാഗമായിട്ടാണ് കയറുന്നത്. അതേസമയം UDF പ്രവർത്തകർ പറയുന്നു ആ സംഘർഷ സമയത്തും തന്നെ വീട്ടിലുണ്ടാകാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ആ സംഘർഷ സ്ഥലത്ത് ഉണ്ടാവാത്ത ഒരാളാണ് സിദ്ദീഖ്. അതേസമയം തന്നെ അവിടെ പോലീസ് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പൊതുവായ അക്രമ കേസുകളുടെ ഭാഗമായിട്ടാണ് അയാളെ ആ കേസിൽ പ്രത്യേകമായി പ്രതി ചേർത്തിരുന്നു എന്ന് പോലും അവർക്ക് സംശയമുണ്ട്. അതേസമയം രാവിലെ വരുന്നു, ഉച്ചയ്ക്ക് വരുന്നു, അവിടെ ആളില്ലെന്ന് അറിഞ്ഞിട്ട് വീണ്ടും രാത്രി 10-ലധികം പുരുഷ പോലീസുമാരുടെ സാന്നിധ്യത്തിൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അതേസമയം തന്നെ 10-ലധികം പോലീസുമാരുടെ സാന്നിധ്യത്തിൽ വീട്ടിൽ കയറുകയും കുട്ടിയുള്ള റൂമിലടക്കം വലിയ തോതിൽ പരിശോധന നടത്തുകയും ചെയ്തത് ആവർത്തിച്ച സാഹചര്യത്തിലാണ് UDF പ്രവർത്തകർ നേതാക്കളും ഇപ്പോൾ പ്രതിഷേധവുമായി അവിടെ എത്തിയിട്ടുണ്ട്. UDF നേതാക്കൾ എത്തിയതിനെ തുടർന്ന് പോലീസ് പിന്മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ പിന്മാറിയില്ലെങ്കിൽ വടകര പോലീസിൽ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ പിന്മാറാൻ തയ്യാറായിരിക്കുന്നതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് UDF പ്രവർത്തകരുടെ വീടുകളിൽ കുറച്ച് കൂടുതൽ അതിക്രമം നടത്തുന്നു എന്നൊരു ആരോപണമാണുള്ളത്. തിരുവള്ളൂരിൽ നമുക്കറിയാം നേരത്തെ തന്നെ അവിടെ സംഘർഷം ഉള്ളതാണ്. വീണ ജോർജിനെ തടഞ്ഞ വിതുൽ ബാലന്റെ വീട്ടിൽ ബോംബെറിഞ്ഞ സംഭവമൊക്കെ ആ തിരുവള്ളൂരുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും അവിടെ LDF UDF സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ പോലീസിന്റെ നടപടി UDF പ്രവർത്തകർക്കെതിരെ കൂടുതൽ ഒരു അനുപാതരഹിതമായിട്ട് അവിടെ നടത്തുന്ന പരാതിയുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ആ ദൃശ്യങ്ങളിൽ സാധാരണഗതിയിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സംയമനം പാലിക്കേണ്ട പോലീസാണ്. പക്ഷേ ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി തന്നെ പെരുമാറുന്നതായി കാണുന്നു. ഒരു പക്ഷേ അസ്ലം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ, അതായത് അവിടെ കേവലം 20 ദിവസം മാത്രമുള്ള പ്രായമുള്ള ഒരു കുട്ടിയും അവിടെ വനിതകൾ മാത്രമുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ പോലീസിന്റെ പരിശോധന നടക്കുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് വലിയ വിമർശനത്തിന് വഴിവെക്കും, വലിയ പ്രതിഷേധത്തിനും UDFന്റെ ഭാഗത്തുനിന്ന് വഴിവെക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.